കർക്കിടക മാസം വന്നല്ലോ. സാധാരണ കർക്കിടക മാസത്തിൽ എല്ലാവരും മരുന്ന് കഞ്ഞി കുടിക്കാറുണ്ട്. ഇന്ന് നമുക്കൊരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞവര അരി 1/2 കപ്പ്, പച്ചമരുന്ന് ചൂർണം 1/2 ടീസ്പൂൺ, ഉലുവ, ആശാളി ഇത് രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ ഉണ്ട്, പൊടിമരുന്ന് 1 ടീസ്പൂൺ ഉണ്ട്, 1/2 കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1 ലിറ്റർ വെള്ളം വേണം. ആദ്യം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ പച്ചമരുന്ന് ചൂർണം ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമരുന്ന് ചൂർണം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. പച്ചമരുന്ന് ചൂർണം കലക്കിയ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് 2 മിനിറ്റ് നേരം വെക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്ത വെള്ളം ഒരു കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വേണം ഞവരയരിയും ഉലുവയും ആശാളി ഇടാൻ. നമുക്കിതിലേക്ക് ഞവരയരി ഇടാം. ഇനി ഉലുവയും ആശാളിയും ചേർക്കാം. ഞവരയരിക്ക് നല്ല വേവുള്ളത് കൊണ്ട് ഇത് ആദ്യം 2 വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്ത് വെക്കണം. പ്രഷറെല്ലാം പോയിട്ട് വീണ്ടും 2 വിസിൽ കേൾപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കണം. അങ്ങനെ 3 പ്രാവശ്യം വെക്കുമ്പോഴത്തേനും ഞവരയരി വേകും. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ആദ്യത്തെ 2 വിസിൽ കേട്ടിട്ട് ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ പോയി കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ആക്കാം. രണ്ട് വിസിൽ വീതം 3 പ്രാവശ്യം കേൾപ്പിച്ച് ഞവരയരി നന്നായി വേവിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും പൊടിമരുന്നും ലേശം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. നമുക്കിനി തേങ്ങ അരച്ചത് അതിലേക്ക് ചേർക്കാം. പൊടിമരുന്ന് ചേർക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. നമുക്കിത് നന്നായി യോജിപ്പിക്കാം. നമ്മുടെ മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി 7 ദിവസമോ 14 ദിവസമോ ആണ് കഴിക്കേണ്ടത്. ഇത് അത്താഴത്തിന് പകരമായിട്ട് രാത്രിയിൽ കഴിക്കാവുന്നതാണ്. നോൺ വെജ് ഇതിൻ്റെ കൂടെ കഴിക്കാതിരുന്നാൽ ഇത് ശരീരത്തിന് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. മരുന്ന് കഞ്ഞിയുടെ ഇൻഗ്രീഡിയൻസ് അങ്ങാടി കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ പല കമ്പനികളും മരുന്ന് കഞ്ഞിയുടെ കിറ്റ് ഇറക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതങ്ങനെ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മരുന്ന് കഞ്ഞി ഇങ്ങനെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചുവന്നുള്ളി നെയ്യിൽ മൂപ്പിച്ച് ഇതിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞ് ഇത് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസമാണ് ഇതിൻ്റെ കണക്ക്. ഇങ്ങനെയാണ് കഞ്ഞി കുടിക്കേണ്ടത്. ഇത് ശർക്കര ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്.